നമുക്കൊപ്പം റെജി ലൂക്കോസ് ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, നഗരത്തിന് എന്തു പറ്റിയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നഗരവാസികളുടെ മാലിന്യം മുഴുവൻ സംഭരിക്കേണ്ട കരാറുകാരെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിഷേധവുമായിരിക്കുന്ന കൗൺസിലർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ആരുടെ തലയിലിടും എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനും റെയിൽവേയും. താങ്കൾ ഈ മാലിന്യ നീക്കത്തിന് സംഭവിക്കുന്ന ഒരു സ്തംഭനാവസ്ഥയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ റെജി ലൂക്കോസ്? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. നമ്മുടെ ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാലിന്യങ്ങൾ തന്നെയാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ രീതിയിൽ തന്നെ കേരളം എന്ന് പറഞ്ഞ സുന്ദര നാട് ഇന്ന് ലോകത്തിന് മുമ്പിൽ മാലിന്യ കൂമ്പാരത്താൽ ചോദ്യം ചെയ്യപ്പെടുക. എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ട്, അത് പങ്കുവയ്ക്കാനോട് കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നത്. 2018 പിന്നെ സ്വിറ്റ്സർലൻഡിലെ ഒരു മാലിന്യ സംസ്കരണ ഫാക്ടറി സ്വിറ്റ്സർലൻഡ് സിറ്റിയുടെ മധ്യത്തിലുള്ള, അത് ജനീവ എന്ന് പറയുന്ന സിറ്റിയുടെ മധ്യത്തിലുള്ള ഒരു മാലിന്യ സംസ്കരണ ഫാക്ടറി സന്ദർശിക്കാൻ അപൂർവ അവസരം കിട്ടിയത്. അവിടുത്തെ ഒരു മലയാളിയായ അവിടുത്തെ ഒരു MLA യുടെ സ്വാധീനത്തിൽ അന്ന് അവസരം കിട്ടിയത്. അവിടെ ഒരു നദിയുടെ തീരത്തുള്ള ഈ മാലിന്യ പ്ലാന്റ്, ലോകത്തിൽ എല്ലായിടത്തും ഇന്ന് അത്തരം പ്ലാന്റുകളാണ്. അവിടെ നമ്മുടെ ഈ മാലിന്യങ്ങൾ സംസ്കരിച്ച് മാലിന്യങ്ങൾ വിവിധ രീതിയിലേക്ക് തരംതിരിച്ച് അതിനെ ബേൺ ചെയ്ത് അതിന് ബാലൻസ് വരുന്ന ഇതുകൊണ്ട് ബ്രിക്സ്, അതുപോലെ തന്നെ ജൈവവളങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്ന വീട്ടുകാർക്ക് തന്നെ പൈസ അങ്ങോട്ട് കൊടുക്കും. ഇത് കേരളത്തിൽ ആ ജനീവ സർക്കാരിനെ കൊണ്ട് ഞങ്ങളന്ന് അവിടുന്ന് ഒരു പ്രപ്പോസൽ അയപ്പിച്ചു. ജനീവ മുനിസിപ്പൽ കോർപ്പറേഷനെ കൊണ്ട് തന്നെ കേരള സർക്കാരിന് പ്രപ്പോസൽ അയപ്പിച്ചു. കേരളത്തിലെ ഒരു മുൻനിര മാധ്യമത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ 2 പേജ് ഞാൻ ഇതിനെക്കുറിച്ച്, ഈ പ്ലാന്റ് സന്ദർശനത്തെ കുറിച്ച് എഴുതുകയും ചെയ്തു. സർക്കാർ വളരെ ഗൗരവത്തിൽ അത് മുന്നോട്ട് പോയി. അത് വലിയ വാർത്തയായിരുന്നു, നിയമസഭയിൽ വരും ചർച്ചയായി. പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ അതിനെ എതിർത്തു. അപ്പൊ കേരളത്തിലെ പൊതുസമൂഹമാണ് ഈ മാലിന്യ സംസ്കരണം ഈ രീതിയിലേക്ക് തകർക്കാനുള്ള കാരണത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആരോഗ്യമുള്ളൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ വരുത്തേണ്ട പദ്ധതികൾ എന്താ? മാലിന്യ സംസ്കരണമാണ്. മാലിന്യം സംസ്കരിക്കാത്തതിന്റെ പേരിൽ തന്നെയാണ് കേരളത്തിൽ എല്ലാ സാംക്രമിക രോഗങ്ങളുടെയും തലമുറയായിട്ട് കേരളം മാറിയിരിക്കുന്നു. എവിടെയെങ്കിലും ആധുനിക രീതിയിലുള്ള പ്ലാന്റുകൾ കൊണ്ടുവന്നാൽ അവിടെ സമരം ചെയ്യും. പെരിങ്ങമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, തിരുവനന്തപുരത്ത്, ഈ മാലിന്യ പ്ലാന്റ് സംസ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായ ഒരു സ്ഥലത്തേക്ക് ജനീവ സർക്കാരിന്റെ റെപ്രസെന്റേറ്റീവായി വന്നവർ പോയി കണ്ട് അത് സൈൻ ചെയ്ത് അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ആ പെരിങ്ങമല ഭാഗത്തുള്ള ചില രാഷ്ട്രീയ സംഘടനകൾ അവിടെ നിരന്തര സമരത്തിൽ, ഇപ്പോഴും ആ സമരം അവിടെ തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷേ സമരമല്ല, സമരത്തിന് മുന്നിൽ കീഴടങ്ങുകയല്ല, പദ്ധതികൾ നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഇടത് സർക്കാരിൽ നിന്ന് ഇപ്പോൾ ജനം പ്രതീക്ഷിക്കുന്നത്. അടിയന്തര സ്വഭാവത്തോടെ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ യോഗം ചേരുന്നുണ്ട്. അതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്, അങ്ങയുടെ അനുഭവം പങ്കുവച്ചതിന് നന്ദി.